ഇന്നിവിടെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചട്നിയായിരുന്നു കേട്ടോ. മിക്ക ദിവസവും ഇവിടെ ദോശയും ചട്നിയാണ്. അപ്പോൾ വേഗം ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അപ്പു സാറിനെ കുളിപ്പിക്കാനുള്ള പരിപാടിക്കൊക്കെ നിന്നു. ഇന്നാണെന്നുണ്ടെങ്കിൽ അപ്പൂൻ്റെ അംഗനവാടിയിൽ ജേഴ്സിയൊക്കെ ഇട്ടിട്ട് ബോൾ തട്ടുന്ന പരിപാടിയാണ് നമ്മുടെ വേൾഡ് കപ്പ് ഒക്കെ ആയിട്ട് പ്രമാണിച്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവനെ ഒരുക്കുകയാണ്. അപ്പോൾ രാത്രി അച്ഛനെയും കൊച്ചനെയൊക്കെ വിട്ടിട്ടാണ് കേട്ടോ ജേഴ്സി മേടിച്ചിട്ടുണ്ടായിരുന്നത്. അത് അർജൻറ്റീന വേണമെന്നുള്ള നിർബന്ധമായിരുന്നു. ആകെ കൂടെ പറയാൻ അറിയുന്നത് മെസ്സിന്ന് മാത്രം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഫോട്ടോ എടുക്കാൻ ഇറങ്ങിയതാണ്. ഞാൻ പോവാണേ. അപ്പോൾ പറമ്പിൽ ഏതൊരു കോഴീനെ തപ്പി പോവാണ് അവന്. എന്തൊക്കെ കഷ്ടപ്പാടുകളാണ്. അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് നാട്ടിക്കുറുക്കി പറഞ്ഞു വിട്ട് നോക്കുമ്പോൾ അച്ഛമ്മയുടെ അടുത്ത് നിന്ന് ഓടി വരികയാണ് എനിക്ക് ഉമ്മ തരാനായിട്ട്. അങ്ങനെ ഉമ്മയൊക്കെ കണക്കിന് മേടിച്ചിട്ട് നേരെ ആളെ പറഞ്ഞു വിട്ടു. പിന്നെ ചെറിയ ആളെയും കൊണ്ട് നേരെ ഡോക്ടറെ അടുത്തേക്ക് പോയി. അവന് ചെറിയ ജലദോഷം തുമ്മലൊക്കെ കാണാനുണ്ട്. അപ്പോൾ നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. തിരിച്ച് വീട്ടിൽ വന്ന് ഞാൻ പഠിക്കാനായിട്ടിരുന്നു. തിങ്കളാഴ്ച എനിക്ക് പരീക്ഷയാണ്. ഈ കട്ടിക്കുള്ള 3 ബുക്കാണ് എനിക്ക് പഠിക്കാനുള്ളത്. ഞാനിടയ്ക്ക് എന്തിനത്തെ പോലെ ആട്ടി നോക്കാറൊക്കെ ഉണ്ട് തലയിൽ കയറുമെന്ന് അറിയാൻ. വെറുതെ നല്ല എത്ര കണത്തിൽ ബുക്ക് തലയ്ക്ക് ചേർന്ന് ഉറങ്ങാമല്ലോ.